കോൺഗ്രസ് നേതൃത്വവുമായി ഇണങ്ങിയും പിണങ്ങിയും പോകുന്ന ശശി തരൂർ വീണ്ടും ചർച്ചയായി മാറുകയാണ്. ഇത്തവണത്തെ പിണക്കം അല്പം ഗൗരവമുള്ളതാണ്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്തിൽ ശശി തരൂരിന് അർഹമായ പരിഗണന കിട്ടിയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ആ പരാതി കൃത്യമായും ഹൈക്കമാൻഡിൻ്റെ മുന്നിലെത്തുകയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഹൈക്കമാൻഡ് ചില നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തൽക്കാലം ശശി തരൂരിനെ പിണക്കണ്ട എന്ന നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും ഉള്ളത്. ഹൈക്കമാൻഡ് ഇടപെട്ട് ശശി തരൂരുമായി ചർച്ചയ്ക്കുള്ള വഴിയൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ ഹൈക്കമാൻഡുമായി ശശി തരൂർ ചർച്ച നടത്തും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. തരൂർ കോൺഗ്രസ് വിട്ട് CPI-Mലേക്ക് എന്നുള്ളൊരു വാർത്ത. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ച ഒരു വാർത്ത ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. അതാണ് മറ്റൊരു സത്യം. ശശി തരൂരിനെ അനുകൂലിക്കുന്ന, ശശി തരൂരിനോടൊപ്പം യാത്ര ചെയ്യുന്ന, ശശി തരൂരിൻ്റെ ഓഫീസിലുള്ള ആളുകളൊക്കെ പറയുന്നത് കോൺഗ്രസുമായി പിണക്കത്തിലാണ്. സാധാരണ ഉണ്ടാകാറുള്ള, സാധാരണ രീതിയിൽ സംഭവിക്കാറുള്ള പിണക്കത്തിൽ നിന്നൊക്കെ വലിയ തരത്തിലുള്ള പിണക്കത്തിലാണ് തരൂർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ പിണക്കം ആദ്യം പരിഹരിക്കാൻ തയ്യാറെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും തരൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെയാണ് ഇപ്പോൾ CPI-Mലേക്ക് എന്നുള്ള വാർത്തകൾ കൂടി പരക്കുന്നത്. ദുബായിലുള്ള ഒരു വ്യവസായി വഴിയാണ് ശശി തരൂരിനെ CPI-Mലേക്ക് കൊണ്ടുപോകാൻ CPI-M നേതൃത്വം ഒരു നീക്കം നടത്തുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുമായി കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ദുബായ് കേന്ദ്രീകരിച്ച ഒരു സാഹിത്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശശി തരൂർ ദുബായിലെത്തിയിരുന്നു. ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ഹോട്ടൽ മുറിയിൽ അദ്ദേഹം തങ്ങിയിരുന്നു. പക്ഷേ ഈ CPI-Mൻ്റെ സഹായിയായ, അല്ലെങ്കിൽ സഹയാത്രികനായ, അല്ലെങ്കിൽ CPI-Mന് വിശ്വസിക്കുന്ന ആ വ്യവസായി തരൂരിനെ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. കാരണം തരൂർ വിദേശത്തെത്തുമ്പോഴേക്കും സാധാരണഗതിയിൽ അദ്ദേഹത്തെ കാണാൻ നിരവധിയായ ആളുകൾ എത്താറുണ്ട്, പൗരപ്രമുഖരെത്താറുണ്ട്, ഒപ്പം കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്ന പതിവുണ്ട്. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയാണോ, അതോ അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തരൂരിൻ്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചയാണോ ദുബായിൽ നടന്നത്? ഇതിനൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വരികയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സാധാരണ ഉണ്ടാകാറുള്ള പിണക്കത്തിൽ നിന്നും വലിയ തരത്തിലുള്ള പിണക്കത്തിലാണ് തരൂരെന്ന് കോൺഗ്രസിൻ്റെ അകത്തുള്ള ആളുകളും പറയുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ശശി തരൂരുമായി അടുത്ത സൗഹൃദമുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂരുമായി സംസാരിച്ചെങ്കിലും മറുപടി മൗനമായിരുന്നു, ഒന്നും പറയുന്നില്ല. തരൂരിനറിയാം ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് തൻ്റെ കൂടി, അല്ലെങ്കിൽ തനിക്ക് കൂടിയുള്ള ഒരു നിലനിൽപ്പ് കൂടി നോക്കിയിട്ട് വേണം എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് തരൂർ ഒരിക്കലും പോവുകയുമില്ല. വളരെ ആലോചിച്ച് മാത്രമായിരിക്കും തരൂരിൻ്റെ നീക്കം. പല പ്രാവശ്യവും തരൂർ BJPയിലേക്ക് പോകും, അല്ലെങ്കിൽ BJPയിൽ അംഗത്വമെടുക്കും, BJP പിന്തുണയോടെ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെ പല സമയങ്ങളിൽ വന്നിരുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തരൂർ നിയമസഭയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള വാർത്തകളൊക്കെ ഒരു അശരീരി പോലെ പോയ ചരിത്രവും കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. തരൂർ നല്ല പിണക്കത്തിലായതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. നിലവിലിപ്പോൾ തരൂരുമായി സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൽ തന്നെയാണ്. ഹൈക്കമാൻഡിലെ മുതിർന്ന അംഗങ്ങൾ തന്നെയാണ് തരൂരിനെ നേരിൽ കണ്ട വിഷയങ്ങൾ സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ആ ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി CPI-Mലേക്ക് പോകാനുള്ള ചർച്ചയും കൂടി നടക്കുമോ എന്നുള്ള കാര്യത്തിനും ഒരു വ്യക്തത, അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇതുവരെയായും തരൂർ ക്യാമ്പുകളിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ശക്തിയാണ്. കാരണം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തിനോട് സ്നേഹമുള്ള, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള കുറേ ആളുകൾ കേരളത്തിലുണ്ട്. അത് നമുക്ക് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വലിയ തരത്തിൽ BJP മുന്നേറ്റം പല സ്ഥലങ്ങളിൽ നടക്കുമ്പോഴും
തരൂരിന് സാധ്യതയുള്ള തരൂരിനോട് താല്പര്യമുള്ള ആളുകൾ താമസിക്കുന്ന മേഖലകൾ എത്തുമ്പോഴേക്കും പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൻ്റെ തീരദേശ മേഖലകളിലൊക്കെ എത്തുമ്പോഴേക്കും തരൂരിന് നിർണായകമായ ഭൂരിപക്ഷം കിട്ടുന്നു, വിജയിക്കുന്നു. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഉള്ള ഒരു പിൻബലം തരൂരിന് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും തരൂരിന് വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടുമെന്നുള്ളത് കോൺഗ്രസിനും അറിയാം. അതുകൊണ്ട് തന്നെ തൽക്കാലം തരൂരിനെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരുടെ നീക്കം. എന്നാൽ അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, യാതൊരു കാരണവശാലും തരൂർ എന്തു പറഞ്ഞാലും BJPയെ പിന്തുണച്ച് പല ആവർത്തി അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വന്നില്ല. ഒന്നോ രണ്ടോ നേതാക്കന്മാർ മാത്രമാണ് തരൂരിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണത്തെ പിണക്കം അല്പം കാഠിന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചില നേതാക്കന്മാർ നേരിട്ട് തന്നെ തരൂരിനെ കാണും, അതിനുശേഷം ചർച്ചകൾ നടത്തും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തരൂർ താമസിയാതെ തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരമാണ് അവസാനം ലഭിക്കുന്നത്. ഡൽഹിയിൽ വെച്ച് കൃത്യമായി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു നീക്കം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും ഒരു പക്ഷേ തരൂർ കോൺഗ്രസ് വിട്ട് CPIM വരും എന്നുള്ള പ്രതീക്ഷ CPIM നേതാക്കന്മാർക്കും ഉണ്ട്.